ഹലോ! എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ 7 മന്ത് കഴിഞ്ഞ് 8 മന്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 8 മന്തിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഓക്കെ നമ്മൾ 32 വീക്സ് ഒക്കെ ആകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സാധാരണ എല്ലാവരും പറയുന്നേക്കാം 32 വീക്സ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പ്രിപ്പയർ ആക്കി വെക്കണം. ഞാൻ ഹോസ്പിറ്റൽ ബാഗ് എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, നമുക്ക് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രസ്സസ് ഇല്ല കാര്യമായിട്ട്. മെറ്റേണിറ്റി ഡ്രസ്സസ് ഇല്ല. അതായത് നമുക്ക് യൂഷ്വലി നമ്മൾ ഇടുന്ന ഡ്രസ്സസ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ്, അതേപോലെ തന്നെ മെറ്റേണിറ്റി ഡ്രസ്സസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സസ് വാങ്ങണം, പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുറച്ച് ഡ്രസ്സസ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതും, അതേപോലെ തന്നെ കുറച്ച് ഞാൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ വന്നിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കുറച്ച് ഡ്രസ്സസ്, അതായത് മെറ്റേണിറ്റി ഡ്രസ്സസ് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തേത്. അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടത്തില്ല, നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. ഓക്കെ, ഞാനിത് ഓൾറെഡി ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് മീഷോന്നാണ്. മീഷോന്നാണ് ഒരു 3 എണ്ണം പർച്ചേസ് ചെയ്തത്. 3 ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് മീഷോന്നാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി പൊട്ടിച്ചതാണ് എൻ്റെ ക്യൂരിയോസിറ്റി കാരണം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇതാണ്. ഇതൊരു കഫ്താനാണ്, കഫ്താൻ ടൈപ്പാണ്. പക്ഷേ എന്താണ്, സിബുണ്ട്. നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസാണ് വരുന്നത്. ഓക്കെ, എനിക്ക് എടുത്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കളർ ഏകദേശം ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. ഇതിൻ്റെ കളർ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എങ്ങനത്തെ ഒരു കളറാണെന്ന് അറിയത്തില്ല. പിന്നെ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ സിബ് വരുന്നുണ്ട്. മേലും തുടങ്ങി അതേ താഴെ വരെ ആ ഒരു കെട്ട് വരുന്നൊരു സ്ഥലമില്ലേ, അവിടം വരെ ആ ഒരു സിബുണ്ട്. നമുക്ക് കാണുമ്പം പെട്ടെന്ന് മനസ്സിലാവില്ല സിബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ നമുക്കിത് കഫ്താനായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണല്ലോ കിടക്കുക. അതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഷേപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് 290 ആണ് കേട്ടോ. ഞാൻ എടുത്ത എല്ലാ ഡ്രസ്സിനും ഏകദേശം 500 ബിലോ റേറ്റുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. കുറച്ച് എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസാണ് ഞാൻ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്ത പൈസയ്ക്ക് വേർത്തിട്ടാണെന്ന് എനിക്ക് തോന്നി. അധികം ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്, ഓപ്പൺ ഉണ്ട്. നമുക്ക് പാൻറ് ഇട്ടാൽ മാത്രമേ പിന്നെ ഇടാൻ പറ്റുള്ളൂ എന്ന് പിന്നെയാണ് മനസ്സിലായത്. എന്നാലും പാൻറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുന്നതാണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. എന്തോ റിട്ടേൺ അയക്കണോ വേണ്ടോ എന്നറിയില്ല, എന്നാലും വെച്ചേക്കാം എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെയാണ് ഇത്. ഇത് ഞാൻ ആരുടെയൊക്കെയോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയ സമയത്ത്, ഇങ്ങനെ ഒരു യൂട്യൂബേഴ്സിനെയൊക്കെ നോക്കിയ സമയത്ത് അവരിൽ ആരൊക്കെയോ ഞാൻ കണ്ട ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഇതിനും ഞാൻ എല്ലാ ഡ്രസ്സസും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ മേടിച്ചത്. അത് സിബ് ഉണ്ടല്ലാത്ത. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓരോ യൂട്യൂബേഴ്സോ പിന്നെ റീൽസിലൊക്കെ ഉള്ള ആൾക്കാർ ഇട്ടത് കണ്ടിട്ട് ക്വാളിറ്റി കൊള്ളാമെന്ന് തോന്നി വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. കണ്ടതുപോലെ തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ്, അധികം ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. പിന്നെ സിബ് വരുന്നുണ്ട് രണ്ട് സൈഡിലും. ലോങ് സിബാണ്. അവിടുന്ന് മേലെ തൊട്ട് കുറച്ച് താഴെ വരെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു താഴെ വരെ നമുക്ക് സിബ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കളറായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫോണിൽ കാണുമെന്ന് അറിയില്ല, പിന്നെ ഒരു കുറച്ചൊരു ബ്രൈറ്റ് കളർ തോന്നുന്ന പോലെ ആയിട്ട് തോന്നുന്നു. ഈ ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 297 ആയിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല. 297 തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഞാൻ എൻ്റെ പറഞ്ഞല്ലോ 3 ഡ്രസ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മീഷോ എന്നാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എനിക്ക് 3 ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ നേരത്തെ കാണിച്ച കഫ്താൻ്റെ ലെങ്ത്തും ഏകദേശം മുട്ടിൻ്റെ താഴെ വരെ എത്തുന്നതാണ്. അധികം ലെങ്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ അധികം ലെങ്ത് ഇല്ല. പക്ഷേ ഇടാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയ ഡ്രസ്സാണ് കേട്ടോ ഇതെനിക്ക്. ഓക്കെ, പിന്നെ മൂന്നാമത്തെയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 മീഷോ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ട്രയൽ പോലെ വാങ്ങിച്ച് നോക്കിയതാണ്, ഇങ്ങനെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ 2 ആ ഒരു ഡ്രസ്സില്ലേ, അത് രണ്ടും അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം ട്രാൻസ്പെറൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ച് അത്യാവശ്യം കട്ടിയുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആണിത്. ഓക്കെ, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല.
വാങ്ങിച്ചതിൽ എനിക്ക് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് തോന്നിയത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റായിട്ട് തോന്നിയതും ഈ ഒരു ഡ്രസ്സാണ്. ഞാൻ 3 ഡ്രസ്സും ലാർജ് സൈസിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് മാത്രമാണ് ഇത്തിരി കറക്റ്റ് ഫിറ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിനും 2 സൈഡിൽ സിബ് വരുന്നുണ്ട്. കൈ വരുന്നത് ഇതേപോലെ പഫായിട്ടാണ് കൈ വന്നിട്ടുള്ളത്. പിന്നെ വയറ് വന്നതുകൊണ്ടോയെന്നറിയില്ല, ഇപ്പോൾ കുഴപ്പമില്ല. എന്നാലും വയറ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൂസാവാനുള്ള ചാൻസ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതും ലെങ്ത്ത് വരുന്നത് മുട്ടിൻ്റെ താഴെ വരെ മാത്രമേ ഉള്ളൂ, ലോങ് അല്ല. പക്ഷേ എനിക്ക് റിട്ടേൺ അയക്കാൻ തോന്നുന്നില്ല, കാരണം ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നുകയും ചെയ്തു. പാൻറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ പാൻറ്റ് നേരത്തെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടതുകൊണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പാൻറ്റില്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന്, ഞാനിതൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുട്ടിൻ്റെ താഴെ വരെ. പിന്നെ ഇത് മീഷോയിൽ ഞാൻ കണ്ട സമയത്ത്, ഫോട്ടോയിൽ കണ്ട സമയത്ത് കുറച്ചും കൂടെ ഒരു നല്ല പ്രിൻ്റ് പോലെ തോന്നി. എന്നാൽ ഇവിടെ എത്തിയപ്പോഴും കുഴപ്പമില്ല, എന്നാലും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു എല്ലാവരുടെയും കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് പ്രിൻ്റ് പോലെ പിന്നെ എനിക്ക് തോന്നി ഇവിടെ വന്ന സമയത്ത്, ഇട്ട സമയത്ത്. പിന്നെ വരുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിൽ നിന്ന്, അതായത് ഞാൻ ഞാൻ വളകാപ്പിൻ്റെ സമയത്ത് പെട്ടി പാക്ക് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടിയിൽ എനിക്ക് അവിടുത്തെ അമ്മ വാങ്ങിച്ചു വെച്ച 2 ഡ്രസ്സാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒന്നിത്, ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. അത് സിബ് വരുന്നുണ്ട് 2 സൈഡിലും. ഓക്കെ, 2 സൈഡിലും സിബുണ്ട്. പക്ഷെ ഇത് ഇത് സൈസ് ഞാൻ എടുത്തേക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ, അയ്യോ സൈസ് കാണുന്നില്ലല്ലോ, അറിയില്ല. എനിക്ക് തോന്നുന്നു ലാർജ് തന്നെയാണ് എടുത്തത്. പക്ഷേ ഇത് ഭയങ്കര ലൂസായിട്ട് എനിക്ക് തോന്നി. ഇത് എന്തായാലും കുറച്ച് അൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഷേപ്പ് ചെയ്താലേ എനിക്ക് ഇത്തിരി ഒന്ന് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് കല്യാണിന് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഡ്രസ്സാണിത്. ഇത് 2 സൈഡിലും ഇതിന് ഇതേപോലെ തന്നെ സിബ്ബ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ 3ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സിബ്ബ് അത്ര പെട്ടെന്ന് കാണില്ല. പെട്ടെന്ന് നോക്കിയാൽ ആർക്കെങ്കിലും ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റേണിറ്റി ഡ്രസ്സാണെന്ന് കണ്ടാൽ തോന്നില്ല. നമ്മൾ നോർമലായിട്ടിരുന്ന ഡ്രസ്സ് പോലത്തെ ടൈപ്പ് ഡ്രസ്സ് നോക്കിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഡ്രസ്സും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എൻ്റെ മറ്റേ ബ്ലാക്ക് ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണം എന്നാണ്. ഇത് ഇപ്പം തന്നെ കുറച്ച് ലൂസാണ്. വയറുണ്ടായിട്ടും ഇത്തിരി ലൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വയറ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ലൂസാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ കൈയും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. പ്രിൻറ്റും ഒക്കെയും എനിക്ക് ഓക്കെ തോന്നി ഇട്ട സമയത്ത്. പിന്നെ ആദ്യം കണ്ട സമയത്ത് എനിക്ക് വലിയ ഇതെനിക്ക് ചേരുമോ മാച്ചാവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി എല്ലാം. ഷോപ്പിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്തല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിനെനിക്ക് തോന്നുന്നു 1000ൻ്റെ അടുത്തോ അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു ഡ്രസ്സിനും അതേപോലെ തന്നെ മറ്റേ ആ ബ്ലാക്ക് ഡ്രസ്സിനും സെയിം റേറ്റ്, സെയിം അല്ല, ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല, കുറച്ച് മുന്നേ ഉള്ളതാണ്. അതേപോലെ തന്നെ കല്യാണം മേടിച്ച് തന്നെയാണ്. സൈസ് ലാർജാണ്. ക്വാളിറ്റി ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഷോപ്പിൽ നിന്ന് പോയി എടുത്തതായതുകൊണ്ട് ഞാൻ പിന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇതും ഞാൻ ലാർജാണ് കേട്ടോ സൈസ് എടുത്തേക്കുന്നത്. സൈസ് ലാർജാണ്. ഇത് ലൂസായിട്ടാണ് എനിക്ക് ഇത്തിരി വരുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ബ്ലാക്ക് കളറിനോട് പണ്ടേ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതങ്ങ് എടുത്തു. ഇതിനും സിബുണ്ട്. ഈ 2 സൈഡിലായിട്ട് സിബ് വരുന്നുണ്ട് നമുക്ക്. ഷോപ്പിൽ നിന്നെടുത്ത ഈ 2 ഡ്രസ്സ് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രിൻറ്റ് പണ്ടേ നമ്മൾ കണ്ട ഒരു പ്രിൻ്റ് ആയിരിക്കും. എന്നാലും എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇങ്ങനെ 2 സൈഡിലും സിബുണ്ട്. മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് ഭയങ്കര ലൂസാണ് കേട്ടോ. ഇത് എന്തായാലും ഷേപ്പ് ചെയ്യേണ്ടി വരും. കുറച്ചധികം ലൂസാണ്. ചിലപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. എനിക്ക് ഇടുന്ന സമയത്ത് അത്യാവശ്യം ലൂസ് പോലെ തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ മുട്ടിൻ്റെ താഴെ വരെ ആ ഒരു രീതിക്കാണ് കിടക്കുന്നത്. പക്ഷേ മറ്റേ ഡ്രസ്സിന് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് ഈ ഒരു 2 ഡ്രസ്സിനുമുണ്ട്. പിന്നെ കൈ വരുന്നത് ഇങ്ങനൊരു അറ്റത്തിങ്ങനെ ഇലാസ്റ്റിക് പോലെ ആയിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായി കിടന്നോളും. മറ്റേതിനേക്കാളും ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1000ൻ്റെ ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. ഇത് മുന്നേ വളകാപ്പിൻ്റെ ആ ഒരു സമയത്ത് വാങ്ങിച്ചു വെച്ച ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് 1000 റേഞ്ച് തന്നെയാണ് എന്തായാലും വരുന്നത്. കൊള്ളാം, എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു.
പിന്നെ അടുത്തത് ഞാൻ നൈറ്റിയാണ് എടുത്തത്. എനിക്ക് നൈറ്റി അങ്ങനെ കാര്യമായിട്ട് ഇടാൻ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. നൈറ്റിക്ക് പകരം ഇതേപോലത്തെ ഫ്രോക്ക് ടൈപ്പില്ലേ, ഡ്രസ്സസ് എന്ന് പറയുന്നത്, അതേപോലത്തെ ഇടാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ ഞാനൊരു ട്രയൽ പോലെ ഒരു മാക്സി എടുത്ത് നോക്കിയതാണ്. കണ്ടപ്പോൾ ഒന്നെടുത്തു. ഇത് അറിയില്ല, ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഇവിടുത്തെ അമ്മ മേടിച്ചു തന്നെ കേട്ടോ. സൈസ് ലാർജ് തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷേ ഭയങ്കര ലൂസാണ്, ഭയങ്കര ലെങ്ത്തും കാര്യങ്ങളൊക്കെ അധികമാണ്. എനിക്ക് കളറും അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ, ഇത് മാക്സിക്ക് എത്രയായിരുന്നു? എനിക്കൊന്ന് 500 ആ ഒരു റേഞ്ചാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്നതാണ് ഈ ഒരു നൈറ്റി വരുന്നത്. ഞാൻ നൈറ്റി എനിക്ക് ഇടാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി നമ്മളിപ്പോൾ ശരിക്കും ഒരു മദർഹുഡിലേക്ക് കിടക്കുകയാണല്ലോ, അപ്പോൾ തള്ള വൈബ് ആവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നൈറ്റിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് നൈറ്റിയൊക്കെ ഇട്ട് നടക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഇത് വേണോ വേണ്ടയോ എന്നൊരു തോട്ട് വന്നത്. പക്ഷേ ഇതിൻ്റെ കളർ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ പ്രിൻറ്റും. പിന്നെ രണ്ട് സൈഡിലും ആ ഒരു സിബ്ബ് വരുന്നുണ്ട്, നമുക്ക് കാണില്ല, പെട്ടെന്ന് നോക്കിയാലത് കാണത്തുമില്ല. ഇതിൻ്റെ കൈ ഇത്തിരി ലെങ്ത്ത് അധികമാണ്, എനിക്ക് എന്തായാലും വെട്ടി ചെറുതാക്കേണ്ടി വരും. ടോട്ടലി ഇതെല്ലാം അധികമാണ്, തടിയായാലും, അതായത് വണ്ണം അധികമാണ്, അതേപോലെ തന്നെ ലെങ്ത്തും അധികമാണ്, എല്ലാം കൊണ്ടും അധികമാണ്. പക്ഷേ എന്തോ ഒരു പ്രത്യേകത എനിക്കിതിന് തോന്നിയുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് കല്യാണം എന്നല്ല, ഇവിടെ വേറെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് എനിക്ക് തോന്നുന്നു 500 ആ ഒരു റേഞ്ചിലാണ് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 500-ന് എന്തായാലും ഇത് വേർത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ട്രാൻസ്പെറൻറ്റോ ഒന്നുമല്ല, നല്ല തിക്നെസ്സും അല്ല കട്ടിയും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സസ്, അതായത് ഹോസ്പിറ്റൽ ബാഗിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലക്കി വെച്ചിട്ടേ ഉള്ളൂ. അതായത് ഓൺലൈനിൽ നിന്ന് വന്ന സാധനങ്ങളൊന്നും അലക്കിയിട്ടില്ല, മറ്റേ ഡ്രസ്സസൊക്കെ അലക്കി വെച്ചിട്ടേ ഉള്ളൂ, അയൺ ചെയ്തിട്ടില്ല. അതൊക്കെ അയൺ ചെയ്ത് ഹോസ്പിറ്റൽ ബാഗിലേക്ക് കയറ്റുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇങ്ങനെ എന്നെപ്പോലെ എന്താ പറയുക, മദർഹുഡിലേക്ക് കിടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ചെറിയൊരു എന്താ പറയുക, മെറ്റേണിറ്റി ഡ്രസ് ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ, അതായത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തായാലും വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.